റസൂലുള്ളാഹിക്ക് താല്പര്യം മസ്ജിദുൽ ഹറാമിലേക്ക് തിരിയാനാണ്. അതുകൊണ്ടാണ് പരിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചല്ലോ, ഖദ് നറാ തഖല്ലുബ വജ്ഹിക ഫിസ്സമാ. ബൈത്തുൽ മുഖദ്ദസിലേക്ക് തിരിഞ്ഞ് ബൈത്തുൽ മുഖദ്ദസ് കഅബയായി ഖിബലയായി അല്ലെ മുസ്ലിം ഉമ്മത്തിനെ സംബന്ധിച്ചിടത്തോളം പുണ്യം ആഗ്രഹിച്ചുകൊണ്ട് പോകാൻ വേണ്ടി പഠിപ്പിക്കപ്പെട്ട മൂന്നാമത്തെ പള്ളിയാണ് ആ ബൈത്തുൽ മുഖദ്ദസ്. പക്ഷേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അതിനെ ഖിബലയായി സ്വീകരിച്ച് നമസ്കരിക്കുമ്പോൾ റസൂലുള്ളാഹിക്ക് ഒരു താല്പര്യക്കുറവുണ്ട്. അതുകൊണ്ട് ഇടക്കിടക്ക് ആകാശത്തേക്ക് ഇങ്ങനെ നോക്കുകയാണ്. അല്ലാഹു പറയുകയാണ്, ഖദ് നറാ തഖല്ലുബ വജ്ഹിക ഫിസ്സമാ. ആ താല്പര്യക്കുറവ് കാരണം എപ്പോഴാണ് അല്ലാഹുവിന്റെ വഹി വരിക? പടച്ചോൻ മേലെയാണുള്ളത്, ഏഴാം ആകാശത്തിന്റെ അപ്പുറം, ആകാശങ്ങൾക്കെല്ലാം ഉപരിയിലാണ് പടച്ചിറപ്പുള്ളത്. അവിടെ നിന്നാണ് വഹി ഇറങ്ങുന്നത്. ആ വഹി എപ്പോഴാണ് വരുന്നത് എന്ന് കാത്തിരിക്കുകയാണ്, ഇടക്കിടക്ക് നോക്കുകയാണ് ആകാശത്തേക്ക്. അല്ലാഹു പറയുകയാണ്, ഖദ് നറാ തഖല്ലുബ വജ്ഹിക ഫിസ്സമാ. മുഹമ്മദേ, നീ ആകാശത്തിലേക്ക് നോക്കി ഈ ബൈത്തുൽ മുഖദ്ദസിലേക്ക് നീ ഖിബലയായി നിസ്കരിക്കുന്നതിനുള്ള ആ താല്പര്യക്കുറവ് നാം മനസ്സിലാക്കുന്നുണ്ട്. അതുകൊണ്ട് റബ്ബ് സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഫലനുവല്ലിയന്നക ഖിബലതൻ തർദാഹാ ഫലനുവല്ലിയന്നക ഖിബലതൻ തർദാഹാ ഫവല്ലി വജ്ഹക ശത്റൽ മസ്ജിദിൽ ഹറാം. ഇന്നു മുതൽ, ഈ നിമിഷം മുതൽ മസ്ജിദുൽ ഹറാമിലേക്ക് തിരിഞ്ഞു നീ നമസ്കരിച്ചോ, കഅബയിലേക്ക് തിരിഞ്ഞു നീ നമസ്കരിച്ചോ എന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല ആയത്തിറക്കുകയാണ്. മദീനത്തേക്ക് എത്തിയിട്ട് 16-17 മാസങ്ങൾക്ക് ശേഷമാണ് സൂറത്ത് ബഖറയിലെ 144-ാമത്തെ ആയത്ത് കഅബ ഖിബലയായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രഖ്യാപിക്കുന്ന ആയത്തിറക്കിയത്. ഇതിൽ നിന്ന് നമുക്ക് എന്താ മനസ്സിലാവുന്നത്? ഇതിൽ നമ്മൾ പഠിക്കേണ്ട പാഠം ഒരുപാട് പാഠങ്ങളുടെ കൂട്ടത്തിൽ വളരെ സുപ്രധാനമായ പാഠം, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് കഅബയിലേക്ക് തിരിഞ്ഞു നമസ്കരിക്കാനുള്ള ആഗ്രഹം ഉണ്ടായിട്ട് പോലും സ്വന്തം താല്പര്യങ്ങൾക്കനുസരിച്ചുകൊണ്ട് കാര്യങ്ങൾ ചെയ്യാൻ റസൂലുള്ളാഹിക്ക് പോലും കഴിയില്ല. എല്ലാത്തിനും റബ്ബിന്റെ വഹി ആവശ്യമാണ്, അള്ളാഹുവിന്റെ സന്ദേശം ആവശ്യമാണ്. അള്ളാഹുവിന്റെ അറിയിപ്പില്ലാതെ സ്വന്തം ഇഷ്ടത്തിനനുസരിച്ച് ആ ബൈത്തുൽ മുഖദ്ദസിൽ നിന്ന് മസ്ജിദുൽ ഹറാമിലേക്ക് തിരിയാനുള്ള സ്വാതന്ത്ര്യം മുത്തുനബിക്ക് പോലും ഇല്ല എങ്കിൽ, പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിലാകട്ടെ, നമ്മുടെ ദീനിന്റെ വിഷയങ്ങളിലാകട്ടെ, നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് യാതൊന്നും ചെയ്യാൻ പാടില്ല.